ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂർ ചങ്ങനാശ്ശേരി സീറ്റുകൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ സീറ്റുകളിൽ മത്സരിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഇക്കാര്യത്തിൽ ധാരണ ഉണ്ടായി എന്നാണ് സൂചന. ടോബി ജോൺസൺ വിവരങ്ങൾ നൽകും കോട്ടയത്ത് നിന്ന്. ടോബി, ഇത് ലോക്സഭാ സീറ്റ്, കോട്ടയം സീറ്റ് കേരള കോൺഗ്രസിന് നൽകിയതിന് പകരമായി ഈ രണ്ട് നിയമസഭാ സീറ്റുകൾ മത്സരിക്കുമെന്ന് കോൺഗ്രസ് ഒരു വാക്കാൽ ധാരണയുണ്ടാക്കിയെന്നതിനപ്പുറത്തേക്ക് അത് നടപ്പിലാകുമോ? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് അത്രയും മഹാമനസ്കത കാട്ടുമോ അവർക്ക് സ്വാധീനമുള്ള മേഖലയിൽ? വിജയകുമാർ, അങ്ങനെ ഒരു കാര്യത്തിലേക്ക്, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കേരള കോൺഗ്രസിന് എത്തേണ്ടി വരുമെന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം കോൺഗ്രസിന്റെ ഒരു വിലയിരുത്തൽ പ്രകാരം കോട്ടയം ജില്ലയിൽ കാര്യമായിട്ടുള്ള ഒരു ശക്തി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ഇല്ല. ഈ ലോക്സഭാ സീറ്റിൽ പോലും ജയിച്ചത് കോൺഗ്രസിന്റെ ഒറ്റക്കെട്ടായിട്ട് നിന്നതുകൊണ്ടാണ് ആ ഒരു മികച്ച വിജയം നേടാൻ സാധിച്ചത് എന്നുള്ളൊരു വിലയിരുത്തലാണ് കോൺഗ്രസ് നേതാക്കൾക്കുള്ളത്. നമ്മൾ കണ്ടതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂരിൽ ദയനീയ പരാജയമുണ്ടായി. അതുപോലെ തന്നെ ചങ്ങനാശ്ശേരിയിലും വലിയൊരു തോൽവിയുണ്ടായി. ഈ രണ്ട് സീറ്റുകളിലും മികച്ച കോൺഗ്രസ് നേതാക്കൾ വന്ന് മത്സരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വിജയിക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ളൊരു വിലയിരുത്തലാണ്. പ്രത്യേകിച്ചും കോട്ടയം ജില്ലയിൽ കൂടുതൽ സീറ്റുകൾ കോൺഗ്രസിന് ആവശ്യമുണ്ട്. അത്രത്തോളം നേതാക്കളുണ്ട്. അവർക്കൊക്കെ മത്സരിക്കണമെങ്കിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യമാണ്. ഒപ്പം തന്നെ കാര്യമായിട്ടുള്ള ഒരു ശക്തി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് കോട്ടയം ജില്ലയിൽ ഇല്ല എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നീങ്ങുന്നത്. ഇതിനോടകം തന്നെ നേതാക്കൾ പലരും ഈ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം ചേർന്ന DCC നേതൃയോഗത്തിലും ഇത്തരത്തിലുള്ള ചില ചർച്ചകൾ ഉയർന്നു വന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ നേരത്തെ തന്നെ തീരുമാനം, അതായത് ലോക്സഭാ സീറ്റ് ജോസഫ് വിഭാഗത്തിന് നൽകിയപ്പോൾ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം, ഈ രണ്ട് സീറ്റുകൾ വിട്ടു നൽകാമെന്നുള്ള ഒരു തീരുമാനം പറഞ്ഞിരുന്നു. പകരം ഏതെങ്കിലും സീറ്റ് കേരള കോൺഗ്രസിന് നൽകുമോ എന്നുള്ളതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണണം. എന്തായാലും നിർണായകമായിട്ടുള്ള നീക്കം തന്നെയാണ് കോൺഗ്രസ് നടത്തുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് സീറ്റുകൾ തിരിച്ചുപിടിച്ച് അതിൽ മത്സരിക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. ഏറ്റുമാനൂരും ചങ്ങനാശ്ശേരിയും തിരിച്ചെടുക്കുമ്പോൾ പകരം ഒരു സീറ്റെങ്കിലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ചോദിക്കില്ലേ എന്നൊരു സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ എവിടെ കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്യും എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും കോട്ടയം DCC ഈ രണ്ട് സീറ്റും ഏറ്റുമാനൂരും ചങ്ങനാശ്ശേരിയും തിരിച്ചു കിട്ടണം എന്ന ഒരു കടുത്ത നിലപാടിൽ തന്നെയാണ്. അതിൽ ഒരു തീരുമാനം, അനുകൂലമായ തീരുമാനം സംസ്ഥാന നേതൃത്വത്തിൽ നിന്നുണ്ടാകും എന്നൊക്കെ കോട്ടയത്തെ കോൺഗ്രസ് നേതാക്കൾ കരുതുന്നുമുണ്ട്. ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.